ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് പുതിയ ഒരു കപ്പൽ കൂടി വരുന്നു. ഫീഡർ ഷിപ്പ് മാരിൻ അസൂർ ആണ് തുറമുഖ കവാടത്തേക്ക് എത്തുന്നത്. നമ്മൾ നേരത്തെ കണ്ട മദർഷിപ്പ് ഇതിന് പിന്നാലെ തൊട്ട് പിന്നാലെ എത്തുന്ന അടുത്ത കപ്പലാണ് മാരിൻ അസൂർ. അഖിൽ ഷാ അൻസാർ ചേരുന്നു. അഖിൽ, അപ്പോൾ വിഴിഞ്ഞത്ത് കപ്പലുകൾ എത്തുന്നത് ഒരു പതിവ് സംഭവമായി മാറുകയാണ് അല്ലേ? ഹാഷ്മി, തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സൂചനയാണ് ഇത്തരത്തിൽ രണ്ടാമതൊരു ഫീഡർ കപ്പൽ കൂടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തുന്നത്. കൊളംബോയിൽ നിന്നാണ് മാരിൻ അസൂർ എന്ന ഫീഡർ കപ്പൽ നിലവിൽ തുറമുഖ കവാടത്തിൽ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ബെർത്തിങ്ങിനായുള്ള നടപടികൾ ഈ ടഗ് ബോട്ടുകൾ ഉൾപ്പെടെ ചേർന്ന് ആരംഭിക്കുമെന്നുള്ളതാണ് തുറമുഖ അധികൃതർ വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ മാരിൻ അസൂറിലും കണ്ടെയ്നറുകൾ നിറച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ നേരത്തെ പോയ സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ഇവിടെ ലോഡ് ചെയ്ത 1930 കണ്ടെയ്നറുകൾ അത് തുറമുഖത്തുണ്ട്. ആ തുറമുഖത്ത് നിന്ന് ആ കണ്ടെയ്നറുകൾ കയറ്റി മുംബൈ അതുപോലെ തന്നെ ഗുജറാത്ത് തുറമുഖങ്ങളിലേക്കായിരിക്കും ഈ ഫീഡർ ഷിപ്പുകൾ എത്തിക്കുക. എന്തായാലും മാരിൻ അസൂർ കൊളംബോയിൽ നിന്നാണ് യാത്ര തിരിച്ചത്. ഇന്നലെ തന്നെ ഈ തുറമുഖത്തിൻ്റെ ഔട്ടർ ഏരിയയിൽ കപ്പലെത്തിയിരുന്നു. എന്നാൽ സാൻ ഫെർണാണ്ടോയ്ക്ക്, അതായത് നമ്മുടെ അല്പസമയം മുമ്പ് തുറമുഖം വിട്ട മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയ്ക്ക് മടങ്ങാനായുള്ള കാത്തിരിപ്പിലായിരുന്നു മാരിൻ അസൂർ. എന്തായാലും സാൻ ഫെർണാണ്ടോ മടങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ തുറമുഖ കവാടത്തിലേക്ക് മാരിൻ അസൂർ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഹാഷ്മി, ഓക്കെ. അപ്പോൾ സാൻ ഫെർണാണ്ടോ പോയതിന് പിന്നാലെയാണ് ഫീഡർ ഷിപ്പ് മാരിൻ അസൂർ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഏതാണ്ട് പൂർണ്ണമായി ഓപ്പറേറ്റീവ് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.